കുക്ക് വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇന്ന് ഞാനൊരു പാച്ചോറാണ് ഉണ്ടാക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എന്നാലും നേർച്ചയായിട്ട് കിട്ടുന്ന ഈ പാച്ചോറിന് വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഇത് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ ചിലവ് കുറവുമാണ് ഇതിന്. എന്നാൽ സൂപ്പർ ടേസ്റ്റാണ് ഈ പാച്ചോറിനുള്ളത്. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്തൊക്കെ ചേർത്ത് എങ്ങനെയാണ് ഈ പാച്ചോർ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഈ കപ്പിന് 2 കപ്പ് അരി. ഇത് 240 ml കപ്പാണ്. ഇത് തൂക്കി നോക്കിയപ്പോൾ 420 ഗ്രാം അരിയുണ്ട്. ഇത് ഇഡ്ഡലി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3-4 പ്രാവശ്യം കഴുകി കഴിഞ്ഞ് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇഡ്ഡലി റൈസ് ഇല്ലെങ്കിലും സാധാരണ പച്ചരിയിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇഡ്ഡലി റൈസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിത് എടുത്തന്നേ ഉള്ളൂ. ഒരു ഇടത്തരം തേങ്ങ മുഴുവനും ചിരണ്ടിയത്. അരിയുടെ 1/4 ഭാഗം ശർക്കര എടുക്കണം. ഞാനിവിടെ 350 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് ഉരുക്കിയെടുക്കാനുള്ളതാണ്. 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഏലക്കയുടെ പൊടിയാണ് 1 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ ജീരകം ചൂടാക്കി പൊടിച്ചത്. 1 നുള്ളു ഉപ്പ്. വറുത്തിടാനായിട്ട് 1 പിടി കാഷ്യൂനട്ടും 1 പിടി കിസ്മിസും. നെയ്യ്, 6 കപ്പ് വെള്ളം. ഇതിന് 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം വീതം, 6 കപ്പ് വെള്ളം. ആദ്യം നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ശർക്കര എപ്പോഴും ഉരുക്കി അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിക്കവാറും ശർക്കരയ്ക്കകത്ത് അഴുക്കുണ്ട്. അതിലേക്ക് 1 അരക്കപ്പ് വെള്ളം. ഇത് ഒത്തിരി ലൂസാക്കി ഉരുക്കരുത്. അല്പം കട്ടിയായിട്ട് തന്നെ ഉരുക്കണം. നമ്മൾ അരി വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ശർക്കര വെള്ളത്തിൽ കിടന്ന അരി അങ്ങനെ വേകുകയല്ല. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ഞാൻ 2 കപ്പ് വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി വെള്ളം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴുക്കി വേണം. ഇതൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് അരി ചേർത്ത് കൊടുക്കാം. അരി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. തീ കൂട്ടി വെച്ച് കൊടുക്കണം. അരി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് നല്ലവണ്ണം കവർ ചെയ്ത് മൂടി വെക്കരുത്. തിളച്ച് ചാടുന്ന എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് ഈ ചോറ് വെന്തോന്ന് നോക്കാം. ഒത്തിരി വെന്തുടയണ്ട. ഒരു 1/4 വേവായാൽ മതി. ആ 1/4 വേവിൽ വേണം നമ്മൾ ഇത് നോക്കാം. ഇത് ഉള്ളരി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണിക്കൊക്കെ അരി വേവിച്ചെടുക്കുന്ന പോലെ 1/4 വേവിൽ ഇത് അരി വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒന്ന് തീ കുറച്ച് വെക്കണം. ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് 2 നുള്ളുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ചോറിൻ്റെതുപോലെ ഉപ്പ് ഇതിന് വേണ്ട. എന്നാലും മധുരം ഉള്ളപ്പോഴത്തേക്കും ചെറിയ ഒരു ഉപ്പ് വേണം. അത്രയും മതി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പം 2 മിനിറ്റ് മൂടി വെച്ചതാണ്. ഇനി ഒന്ന് നോക്കാം.
ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ച് ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ശർക്കര നേരത്തെ ഒഴിക്കരുത്. ശർക്കര നേരത്തെ ഒഴിച്ചാൽ അരി വേകിയല്ല. അരി വെന്തിട്ടേ ശർക്കര ചേർക്കാവുള്ളൂ. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊള്ളണം. ചിലർക്ക് ഏറെ മധുരം വേണമെങ്കിൽ ശർക്കരയുടെ അളവ് ഇതിൽ അല്പം കൂടെ കൂട്ടാം. ഇനി കുറച്ച് മതിയെങ്കിൽ അങ്ങനെ. ഇത് സാമാന്യ മധുരം ഉണ്ട് ഇതിന്. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഏലക്ക ചൂടാക്കി പൊടിച്ചതാണ്. ഇനി അങ്ങ് ഈ 2-3 ഒരു 5-6 ഏലക്ക മതി. അങ്ങനെ ഇട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്പം പഞ്ചസാര കൂടെ ചേർത്ത് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അതിലേക്ക് ജീരകപ്പൊടി ചേർക്കാം. എല്ലാം കുറേശ്ശെ ചേർത്ത് കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ബാക്കി ചേർക്കാനായിട്ട്. ചുക്കുപൊടി ചേർക്കാം. ചുക്കുപൊടി നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷെ ചുക്കുപൊടി ചേർത്ത് അതിനൊരു ടേസ്റ്റ് കൂടുതലുണ്ട്. പൊടികളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്, നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്താണ് കുറവെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കണം. അല്പം ജീരകപ്പൊടിയുടെ കുറവ് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഉള്ള മുഴുവൻ ജീരകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം പൊടിയാക്കിയില്ലെങ്കിൽ ഒന്ന് ചതച്ചെങ്കിലും ഇട്ട് കൊടുക്കണം. ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം. പച്ചയോടെ ഇട്ട് കൊടുക്കരുത്. ഇനി നമുക്ക് നട്ട്സും കിസ്മിസും ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടായ നെയ്യിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇത് കരിയാതെ ഒന്ന് വറുത്തെടുക്കണം. കാഷ്യൂനട്ടിൻ്റെ കളറൊന്ന് മാറി വരുന്ന അന്നേരം കിസ്മിസ് ഇട്ട് കൊടുക്കുക. ചെറു തീയിൽ വെച്ച് തന്നെ ഇത് മൂപ്പിച്ചെടുക്കണം. നട്ട്സും കിസ്മിസും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടും ചേർക്കാം. ആ നെയ്യും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഒത്തിരി വറ്റി പോകരുത്. ഇതുപോലെ അല്പം വെള്ളമയത്തിലുണ്ടായിരിക്കണം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പാച്ചോറ് റെഡിയായി. ഇത് 2 തരത്തിൽ നമുക്ക് എടുത്ത് വെക്കാം. ഒന്ന്, ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടിയിട്ട് അതിലേക്ക് കുറച്ച് എടുത്ത് വെച്ച് നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ അത് മുറിച്ചെടുക്കാം. പിന്നെ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് സാധാരണ എടുക്കുന്ന പോലെ എടുക്കാം. നമ്മുടെ പാച്ചോറ് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന കിസ്മിസും നട്ട്സും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായും ഈ പാച്ചോറ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.